ഹായ് ഒരുവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 41 ആണ്. ഉൽപ്പത്തി 41 അധ്യായം. അവിടെ യോസേഫ് ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യോസേഫ് നമ്മൾ നേരത്തെ കണ്ടപോലെ താൻ കാരാഗൃഹത്തിൽ താനവിടെ കിടക്കുകയാണ്. താൻ അങ്ങനെ 2 വർഷം കൂടെ താൻ പിന്നെയും ആ കാര്യങ്ങൾക്ക് ശേഷം പിന്നെയും അപ്പക്കാരൻ്റെ പാനപാത്ര വിവാഹകൻ്റെ അവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ച ശേഷം പിന്നെ 2 വർഷം കൂടെ തനിക്ക് അവിടെ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ 2 വർഷം കൂടെ കാത്തിരുന്നപ്പോഴാണ് തനിക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് ഉള്ളൊരവസരം അവിടെ ലഭിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല, ഫറവോൻ അവിടെ സ്വപ്നം കാണാൻ ഇടയായി തീർന്നു. ഫറവോൻ അവിടെ 2 സ്വപ്നം കാണുന്നു. നല്ല തടിച്ച കൊഴുത്ത പശുക്കളെ, മെലിഞ്ഞ അത്ര വൃത്തിയില്ലാത്തവരുടെ പശുക്കൾ വിഴുങ്ങുന്നു. അതുപോലെ നല്ല കതിരിനെ, കൊള്ളാത്തായിട്ടുള്ള കരിഞ്ഞതായിട്ടുള്ള കതിരുകൾ അതിന് വിഴുങ്ങുന്നു. അപ്പം ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടപ്പോൾ ഫറവോൻ ആകെ അസ്വസ്ഥമായിട്ട് മാറാനിടയായി തീർന്നു. കാരണം ദൈവം ആ സമയത്ത് ഓരോ മനുഷ്യരിലും സ്വപ്നത്തിലൂടെ ഒക്കെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഫറവോൻ ദൈവത്തിനറിയാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ സ്വപ്നങ്ങൾ കണ്ടപ്പോഴും തനിക്കതൊന്നും മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് താൻ എത്തിച്ചേർന്നു. താനതുകൊണ്ട് ഭയങ്കര ദുഃഖത്തോടെ ഇരുന്നു. താനങ്ങനെ തൻ്റെ അവിടെയുള്ള മന്ത്രവാദികളെയും അവിടെയുള്ളവരൊക്കെയും വിളിച്ചു. അവർക്കൊക്കെ ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തിട്ട് അവർക്കാർക്കും അതങ്ങോട്ട് വ്യാഖ്യാനിക്കുവാനായിട്ട് പറ്റുന്നില്ലായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവരെല്ലാവർക്കും ഒരു നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ആ പാനപാത്രവാഹകന് യോസേഫിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ പാനപാത്രവാഹകൻ യോസേഫിൻ്റെ കാര്യം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഫറവോനോട് പറഞ്ഞു കൊടുക്കുന്നു, ഞങ്ങളിങ്ങനെ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ഇതുപോലെ ഒരു എബ്രായനായിട്ടൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്ന വ്യക്തി ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ വിവരിച്ചു തന്നു എന്നുള്ള ആ കാര്യങ്ങളൊക്കെ അവിടെ ആ ഫറവോനോട് അവിടെ വിവരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നുള്ള കാര്യം. നമ്മൾ അത് തിരക്ക് പിടിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് അത് എത്തിച്ചേരുവാനായിട്ട് അത് ഇടയാകില്ല. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ഒരവസ്ഥ യോസേഫ് ചെയ്തുപോലെ. യോസേഫിൻ്റെ ആഗ്രഹപ്രകാരം യോസേഫ് ഒന്ന് പറഞ്ഞു നോക്കി, എന്നെ ഒന്ന് ഓർക്കണമേ, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യണമേ എന്ന് പാനപാത്രം പറയാനിട്ടത്. പക്ഷെ പാനപാത്രം മറന്നുപോയി. അത് ദൈവമായിട്ട് മറന്നു കളയുന്ന ഒരവസ്ഥയാണ് അവിടെ വരുത്തിയത്. കാരണം അവിടെ അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം ചിന്തിച്ചതുപോലെ തന്നെ അങ്ങനെ ആ സമയത്ത് പറഞ്ഞാണെങ്കിൽ ഒരു പക്ഷേ യോസേഫിന് പുറത്തിറങ്ങി യോസേഫ് തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്ന ക്ഷാമത്തിനൊക്കെ അവരെ രക്ഷിക്കുവാനായിട്ട് അവരെ ഉപയോഗിക്കാനായിട്ട് ദൈവത്തിന് യോസേഫിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ആ മനുഷ്യനെ പാനപാത്രവാഹനം മറന്നു പോകാനായിട്ടും അതുപോലെ ഈ ഒരു അവസ്ഥ എത്തിയപ്പോൾ പാനപാത്രം പെട്ടെന്ന് അതിനെപ്പറ്റി ഓർക്കുവാനായിട്ടും ഒക്കെ ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് ദൈവം പ്രവർത്തിക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യകത നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ യോസേഫിനെ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് യോസേഫ് ആ സ്വപ്നങ്ങളെല്ലാം വിവരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ആ ക്ഷാമം വരാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള സമൃദ്ധിയുള്ളൊരു കാലം വരുന്നു. ആ കാലത്ത് എല്ലാം സൂക്ഷിച്ച് വെക്കണം എന്നുള്ള എല്ലാം കൃത്യമായിട്ടുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാം വ്യക്തമായിട്ട് വിവരിച്ച് പറയുന്നത് കേട്ടപ്പോഴേക്കും ഫറവോൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇംപ്രസ്ഡ് ആയിട്ട് ഫറവോൻ ഈ യോസേഫിനെ ഫറവോൻ കഴിഞ്ഞുള്ള അടുത്ത സ്ഥാനത്തിലേക്ക് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രാജ്യത്തെ എല്ലാ കാര്യങ്ങളും ഫറവോൻ ത്രോണിൻ്റെ കാര്യത്തിൽ മാത്രം ഫറവോൻ യോസേഫിന് വരുന്നതാണെന്നാണ് ഫറവോനോട് പറഞ്ഞത്. അത് മാറ്റി വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും രാജ്യത്തെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ദൈവം ഫറവോനിലൂടെ യോസേഫിനെ കൊടുക്കുവാനായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ പ്ലാൻ അതായിരുന്നു. ക്ഷാമകാലം വരുമ്പോൾ തൻ്റെ കുടുംബത്തിനും അവിടെ ഈജിപ്തിലുള്ളവർക്കും എല്ലാവർക്കും കൂടെ ഒരു സഹായകരമാകുന്ന രീതിയിലേക്ക് ഉയർത്തണമെന്നുള്ളൊരു കാര്യമായിരുന്നു ദൈവം യോസേഫിൻ്റെ കാര്യത്തിൽ ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യോസേഫ് 30 വയസ്സായി ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ഈ ഫറവോന്റെ മുന്നിൽ വരുവാനായിട്ട് ഈ ഒരു പദവിയൊക്കെ ലഭിക്കാൻ സമയത്ത് യോസേഫിന് 30 വയസ്സ് ആണെന്ന് നമ്മൾ കാണുന്നുണ്ട്. യോസേഫിന് വിറ്റ് കളഞ്ഞ് 17ാമത്തെ വയസ്സിൽ. അപ്പം തനിക്ക് 13 വർഷം തനിക്ക് അവിടെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം
ദൈവത്തിൻ്റെ പദ്ധതി നടക്കുവാനായിട്ട് അത് ഇൻസ്റ്റൻ്റായിട്ട് നടക്കണമെന്നില്ല. ചിലപ്പോൾ അത് കുറച്ച് മാസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകൾ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. ചിലപ്പോൾ യോസേഫിന് സംഭവിച്ചത് 13 വർഷമായിരിക്കും എടുക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവം ദൈവം ആ കാര്യത്തിൽ പ്രവർത്തിക്കാൻ, ദൈവം ഉത്തരം തരുവാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമാണ് വേണ്ടത്. അത് നമുക്ക് യോസേഫിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾക്കും ഈ കാത്തിരിപ്പിൻ്റെ ഒരു മനോഭാവം നമ്മളിലും കൂടെ ഉണ്ടാകുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.